പ്രിയ സുഹൃത്തുക്കളെ, ആരും ചിരിക്കരുത്, ദയവ് ചെയ്ത് ചിരിക്കരുത്. ഒരു ഭാരതപുത്രം വന്നിട്ടുണ്ട്, അയാൾക്ക് എന്തോ പറയാനുണ്ട് അത്ര. ആദ്യം അതൊന്ന് കേൾക്കുക. അദ്ദേഹം ഇല്ലാത്തതൊന്നും പറയാറില്ല, അദ്ദേഹം വളച്ചു കെട്ടി ഒന്നും പറയാറില്ല. അദ്ദേഹം എന്ത് പറയുന്നുണ്ടെങ്കിലും അത് സത്യസന്ധമായ കാര്യങ്ങളാണ്. അദ്ദേഹം സത്യമേ പറയൂ. നട്ടലുള്ള മനുഷ്യനാണ്, നട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ്. ബിജെപിയുടെ സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ തോറ്റത് താമര ചിഹ്നം. ഞാൻ സ്വതന്ത്ര ചിഹ്നത്തിൽ ഞാൻ ജയിച്ചതിന് ഉറപ്പാണ്. കാരണം ഇവിടുത്തെ ഈ താമരയായിട്ട് അങ്ങോട്ട് താതയും പ്രാപിക്കാൻ ജനങ്ങൾക്ക് കഴിയുന്നില്ല. അപ്പൊ പ്രിയ സുഹൃത്തുക്കളെ, കേട്ടല്ലോ. ഇത് സത്യം പറഞ്ഞാൽ നമ്മുടെ കേരള രാഷ്ട്രീയത്തിലെ ഒരു ജൂനിയർ മാൻഡ്രിക്ക് ആ മറ്റേ പ്രതിമയുണ്ടല്ലോ, അത് തന്നെയാണ് കേട്ടോ ഇയാളുടെ. സത്യം പറഞ്ഞാൽ ആ മൊട്ടയിലെ അങ്ങനെ ആ ഫേസ് എടുത്തിട്ട് ഒരു പ്രതിമ ഉണ്ടാക്കിയിട്ട് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സിനിമയിൽ കളിക്കുന്നില്ല. അതേപോലെയാണ് നമ്മുടെ ഈ ജോർജ് ചേട്ടൻ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും എടുത്തിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ആരൊക്കെ ഏതൊക്കെ പാർട്ടിയിൽ കൈ വെക്കുന്നോ അതോടുകൂടി ആ പാർട്ടിയുടെ കാര്യം തീരുമാനമാകുന്നു. ആ തീരുമാനം പാർട്ടി ആക്കിയതും പോരാതെ ആ പാർട്ടിക്കെതിരെ വളരെ ശക്തമായിട്ട് തന്നെ പുറകിൽ നിന്ന് കുത്തുന്ന ഏക മലയാളിയായ ഒരു നല്ല പൗരനാണ് ഈ കാണുന്ന നമ്മുടെ PC. അപ്പൊ എന്തായാലും പ്രിയ സുഹൃത്തുക്കളെ, പുള്ളിക്കാരൻ ഇപ്പൊ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞു പറഞ്ഞാൽ BJP എന്നൊരു പ്രസ്ഥാനത്തിൽ ഞാൻ മത്സരിച്ചത് കൊണ്ടാണ് 8 നിലയിൽ പൊട്ടി എന്നുള്ളതാണ്. സത്യം അതാണോ? നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം കമന്റിലൂടെ പറയുക. നമ്മുടെ PC-നെ പോലെ ഒരാള് നമ്മുടെ കേരളത്തിൽ മുഖ്യമന്ത്രി വരെ ആകണമെന്നാണ് നമ്മളൊരു ഭാരതപുത്രം പറഞ്ഞത്. അപ്പൊ ആ ഇതും കൂടെ നിങ്ങൾ കേട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ പറയുക. അപ്പോൾ ഈ സുഹൃത്തുക്കളെ, എന്തുകൊണ്ടാണ് നമ്മുടെ PC തോറ്റി എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ കമന്റ് അടിക്കാം. അദ്ദേഹം കണ്ണടങ്ങി അല്ലേ? കണ്ടു. അദ്ദേഹത്തിന്റെ മകനുണ്ട്, മുഖ്യമന്ത്രി ആവാൻ അദ്ദേഹത്തിനുണ്ട് കഴിവ്. നല്ല കഴിവുള്ള ഒരു മകനാണ്. ആഭ്യന്തരം കൈകാര്യം ചെയ്യാനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ട്.